ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാമ്പഴം ചാറുകറി ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിനായിട്ട് നല്ല പഴുത്ത മാമ്പഴം ഇവിടെ ഞാൻ 3 എടുത്തേക്കുന്നത്. അപ്പോൾ അരപ്പിനായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പഴം നമുക്ക് നല്ല പഴുത്ത മാമ്പഴമായിരിക്കണം കേട്ടോ. അത് നമുക്ക് തൊലി കളഞ്ഞിട്ടെടുക്കാം. ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അരപ്പിന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ തേങ്ങയൊക്കെ, അതൊക്കെ ഒരു മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ആ സമയം നമ്മൾ വേവിക്കാനായിട്ട് മാമ്പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു. അപ്പോൾ ആ ഒരു മിക്സിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രേവിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ടേ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അത് ഒത്തിരി തിളയൊന്നും വരണ്ട, ഒത്തിരി തിളപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് നമുക്കതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട, നമ്മുടെ ഉലുവാപ്പൊടിയാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഉലുവ പൊടിച്ചതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉലുവ അത് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. നമുക്കറിയാം, അപ്പോൾ കടുക് ഒന്ന് ചൂടായി അത് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ആക്ച്വലി എന്തൊക്കെയാണ് ഇടുന്നതെന്ന് കാണിക്കാൻ പറ്റിയില്ല. ചുവന്നുള്ളിയുണ്ട്, വറ്റൽമുളക്, കറിവേപ്പില. അപ്പം ഈ വറ്റൽമുളകെന്ന് പറഞ്ഞ് ചിലടത്ത് ചുവന്ന മുളകെന്നും ഉണക്കമുളകെന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെയാണ് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അതൊന്ന് മൂത്ത് വരണം. അതായത് അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന ടൈം വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവേ. അതായത് മുളക് പൊടി നമ്മൾ ഇടുന്നത് കുറച്ച് എരിവ് കിട്ടാനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളറിനും കൂടെ വേണ്ടിയിട്ടാണ്. ആ മഞ്ഞ കറിയുടെ കൂടെ നമുക്ക് ചുവന്ന ഒരു കളറും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. അപ്പം അത് ഒഴിവാക്കേണ്ടവർക്ക് മുളക് പൊടി ഒഴിവാക്കാം, അല്ലാത്തവർക്ക് പച്ചമുളക് കൂടുതലിട്ടാലും മതി ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ആ മഞ്ഞയും നല്ല ആ ചുമന്ന കളറും കൂടെ വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, ഈ നല്ല മധുരത്തിൻ്റെ കൂടെ ഇച്ചിരി എരിവും കൂടെ ഒക്കെ വരുമ്പോഴത്തേനും അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല ചൂട് പാർന്ന് നമ്മുടെ മാമ്പഴം കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.